ഒരു വരുത്തുമ്പോൾ ഞാൻ ഒരു വരുത്തുമ്പോൾ നീ കേരളക്കാരെ വില കളയുമ്പോൾ എത്രത്തോളം നമ്മളൊരു ഡോഗായിട്ട് അറ്റാച്ച്മെന്റ് ബിൽഡ് ചെയ്യണോ അതാണ് ട്രെയിനിങ് സക്സസ് ആവാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. എന്നാലാണ് ആ ഡോഗ് നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ, നമ്മൾ പറയുന്ന കമാൻഡുകളൊക്കെ എടുക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും ട്രൈ ചെയ്ത് അമലിന് എന്തൊക്കെ തോന്നുന്നു? ഇവരെങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റുമോ ഒരു 10 ദിവസത്തിന് പറ്റുമോ? പക്ഷെ ഇവര് ഭയങ്കര പ്രശ്നങ്ങൾ പറയണേ. ഇവനെ വിട്ട കുതിരരെ കൂടെ ഓടി പോണടാവാണെന്നാണ് മുതലാളി പറഞ്ഞിട്ടുള്ളത്. ഈ പഞ്ചാബികൾ ഇവിടെ ലേലു എന്ന് പറഞ്ഞ് രണ്ടും മരണ്ട് നമ്മ കെട്ടിയിട്ടും കൈയിടാണ്ട് ഒരു വടിയിട്ട് കൊടുത്ത് വെച്ചാൽ വടി കടി എങ്ങനെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടി അടികൂടാ എന്റെ കൈ പൊളി. एक तो ब्राउनी जो है लैब्राडोर है वो एक बार आप खोल दो तो पूरा भाग जाएगा, मतलब रुकेगा ही नहीं. और मतलब अगर लीज अगर छोड़ दिए तो फिर पकड़ना बहुत मुश्किल है. और मैक्स का ऐसा है कि वो बहुत मतलब चंचल है, मतलब हर वक्त बस कूदना है और किसी को ये नहीं सुनता नहीं है बात किसी का भी. मैक्स का रिक्वायरमेंट पूरा उसको काम एंड क्वाइट करना है और दोनों को लीज ये करना है, ऑफ लीज करना है और मैक्स का बाइट ट्रेनिंग भी करवाना है. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർക്ക്. ജെറ്റ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവരുടെ ബിഹേവിയറിങ് ഇഷ്യൂസുകളും പ്രോബ്ലംസുകളും ഒക്കെയാണ് ഓണർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മാക്സിൻ്റെയും ബ്രൗണിയുടെയും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ട്രെയിനിങ് പ്രോഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പോയി കാണാം. എന്തായാലും ഒരു ഡോഗ് വളർത്തുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഡോഗ് ലവേഴ്സിനൊക്കെ അതൊരു നല്ലൊരു അസറ്റായിരിക്കും. കാരണം ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് മാത്രം പ്രോസസ്സ് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് മാക്സിൻ്റെ ആണെങ്കിലും ഡോബർമാൻ്റെ ആണ് അധികം വീഡിയോസ് എങ്കിലും ഇവൻ്റെ ട്രെയിനിങ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഇപ്പോൾ 4.5 ഇയർ ആയിട്ടുള്ള ഒരു ലാബ്രഡോഗാണ് ബ്രൗണി. ഇവൻ്റെ ബിഹേവിയറിങ് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇവന് പിടിക്കാൻ പറ്റില്ല. ഇവൻ കിതച്ച് വയ്യാണ്ടായി ഫുള്ള് ഇവൻ്റെ ഇഷ്ടത്തിനുള്ള സ്ഥലങ്ങളൊക്കെ സ്മെല്ല് ചെയ്ത് അത്രയ്ക്ക് ടയേർഡായാൽ മാത്രമാണ് ഡോഗിനെ നമുക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്നും കിട്ടില്ല. അപ്പോൾ നിറയെ ഡോഗ്സുകളുണ്ടെങ്കിൽ അവരെ ഒക്കെ പിന്നാലെ പോവുക, അവരെ ബാക്ക് സ്മെല്ല് ചെയ്യുക. അപ്പോൾ ഓണർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 വയസ്സായിട്ട് ഇവനെ ഒരു 1 ഇയർ കണ്ടിന്യൂസ്ലി ഇവിടുന്ന് ഇവരൊരു 100 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡോഗാണ്. ഡെയിലി പോയി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഹൈവേരെ കൺസ്ട്രക്ഷൻ ഒരു 4 ഇയർ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4.5 ഇയർ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പീനെ ഈ സാറ് ഇവിടെ വന്നപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ പിന്നെ 4 ഇയർ, ഇനിയൊരു 1 ഇയർ 2 ഇയർ ഈ ഹൈവേരെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 6 വരിപ്പാതയാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് മാത്രമാണ് ഇവർ കണ്ടിട്ടുള്ളത്. ഒരു 2 ഏക്കറോളം. അതിൻ്റെ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ ഇവരെ ഡെയിലി നടത്തിക്കും. ഒരു 2 സ്റ്റാഫുണ്ട്, അവരെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് ഓരോരുത്തർ ഇവനെ നടത്തിക്കും, അത്യാവശ്യം ട്രെയിനിങ്ങൊക്കെ ചെയ്യിപ്പിക്കും. ഡോഗ് ഉള്ളിൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയ്യിൽ ട്രീറ്റ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സിറ്റ്, ഡൗണ്, സല്യൂട്ട് അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ആളനുസരിക്കും. പക്ഷേ ഔട്ട്സൈഡിൽ ഇതൊന്നും അനുസരിക്കില്ല ഡോഗ്. ട്രീറ്റ് ഉണ്ടെങ്കിൽ കൂടി അത് അനുസരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇവൻ്റെ ആയിരുന്നത്. മെയിനായിട്ട് സാറിന് അതാണ് പ്രോബ്ലം ഉണ്ടായിരുന്നത്. നല്ല ഹെൽത്തി ഡോഗായ കാരണം കൊണ്ട് ഇത് വാക്കിങ്ങിന് കൊണ്ടുപോകുന്ന ചെക്കന്മാരെ വലിച്ചു കൊണ്ടുപോയി കൊണ്ടേയിരിക്കും ഇവൻ. അതാണ് ഇവൻ്റെ പ്രശ്നം. ഇപ്പോൾ നമ്മൾ 2 ആളെയും കൂടിയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറില്ല. ഇപ്പോൾ നമ്മളൊരു 5 ഡേയ്സ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. 5 ഡേയ്സിലത്തെ വീഡിയോ ആണ്. നമ്മൾ മുമ്പ് കണ്ടതൊക്കെ ഒരു 2-3 ഡേയ്സിലത്തെ വീഡിയോസുകളൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ എടുത്തതാണ് യൂട്യൂബിലിടാൻ പറ്റുന്നത്. മറ്റേ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സുകളൊക്കെ. അതും ഞാനിവിടെ ഇടാം. ഇവരെ ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്തോളൂ. അത് ഷോർട്ട് ടൈം പീരീഡിൽ ഡോഗിനെ ട്രെയിൻ ചെയ്ത് റെഡിയാക്കണം എന്നൊക്കെയുള്ള ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും.
ഇതിലുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിനൊന്നും പ്രത്യേക രീതിയിൽ ഈ ഡോഗ്സുകളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, ഇവരെവിടെയാണ് വയ്ക്കുന്നത്, എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്, അതിലൊക്കെയാണ് കാര്യങ്ങൾ കൂടുതലുള്ളത്. ഇപ്പോഴും ബ്രൗണി അത്ര ക്ലോസിലല്ല നടക്കുന്നത്. കാരണം അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ വേറൊരു രീതിയിലാണ് ഇൻ ഫ്രണ്ട് ഓഫ് നിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കമാൻഡ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡോബർമാനെ ഇവനെ ഒറ്റ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവന് വെറും സിറ്റ് മാത്രമേ അറിയുള്ളൂ. അത് ആളുടെ ഒരു മൈൻഡിനനുസരിച്ച് ആൾ ചെയ്യും. അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മളവനെ എത്ര കമാൻഡുകൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നും കൂടി നമുക്ക് അടുത്ത പാർട്ടിലിടാം. ഇതിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ചില ആൾക്കാർ 5 കമാൻഡ്സ് 10 കമാൻഡ്സ് ഒക്കെ പഠിപ്പിക്കും. അത് പെർഫെക്റ്റ് ആണോ, പെർഫെക്റ്റായിട്ട് ചെയ്യണ്ടോ എന്നൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ പ്രോസസ്സ് നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മുടക്കം വരാണ്ടിരിക്കുക. ഡോഗ് ഓട്ടോമാറ്റിക്കലി നമ്മളെ ആ ഒരു വർക്കിലോട്ട് വന്നിട്ട് വിളിക്കും. അതാണ് ആ രീതി. അപ്പോൾ നമ്മൾ ഈ ഒരു 5 ദിവസം കൊണ്ടുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, ഓഫ് ലീഷ് ഒബീഡിയൻസൊക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഔട്ട്സൈഡിൽ, അതായത് ഇതിൻ്റെ ഔട്ട്സൈഡിലോട്ട് ഇവർ രണ്ടാളും പോയിട്ടില്ല. അപ്പോൾ ഔട്ട്സൈഡിലാവുമ്പോൾ വണ്ടികൾ, വേറെ വണ്ടികൾ, ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് ഉപകാരമുണ്ട്. നല്ല രീതിയിൽ ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വണ്ടികളിലൊന്നും പ്രശ്നം വരില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ റോഡാവുമ്പോൾ റോഡ് ക്രോസ് ചെയ്യണം. റോഡ് എങ്ങനെയാണ് ക്രോസ് ചെയ്യുക, അത് 2 ഡോഗുകളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ. ഇതൊക്കെ നമുക്കൊരു പ്രോസസ്സ് ചെയ്യണത് വെറും 7 ദിവസത്തിൻ്റെ 6 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള വീഡിയോകളാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ ഇവരെ മൂവ്മെൻറ്റുകളും നടത്തങ്ങളിലൊക്കെ നമുക്ക് ആ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടൊക്കെ വായിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് എങ്ങനെയാണ് ഡോഗ് നടന്നിരുന്നത്, പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ എത്ര കോൺഫിഡൻസ് ആയി. അപ്പോൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ ട്രെയിനിങ്ങിന് ഡോഗുകളെ മാറ്റി നിർത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. പല ആൾക്കാരും നമ്മൾ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ബിഹേവിയറിങ് ഇഷ്യൂസുകളാണെങ്കിലും പല പ്രോബ്ലംസുകളൊക്കെ ആയിട്ടുള്ള ഡോഗ്സുകളാണെങ്കിലും മുമ്പ് ട്രെയിനിങ്ങിന് കൊടുത്തിട്ടുള്ള ഡോഗുകളുണ്ട്, കൊടുക്കാത്ത ഡോഗുകളുണ്ട്. പിന്നീട് ആൾക്കാർ നമ്മളെ പ്രത്യേകം പൈസ കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ 5 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സാണ് ടൈം പീരീഡ് പറയുന്നത്. അപ്പോൾ പലർക്കും അത് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെ ആയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ അടുത്ത ഒരു 4th പാർട്ടിൽ നമുക്ക് ഓണറുടെ ഒരു ഇവിടം വരെയുള്ള ദിവസങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നിട്ട് എങ്ങനെയൊക്കെയുണ്ട് ഓണർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ എങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ട്, എത്ര അവർ കംഫർട്ടബിളാണ് നമ്മുടെ ട്രെയിനിങ് ആയിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടത് മാക്സിമം നമ്മുടെ ബോഡി ലാംഗ്വേജ്, നല്ല കോൺഫിഡൻസ്. ഇപ്പോൾ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ നമ്മൾ അവരെ ടച്ച് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവരുടെ ഐ കോണ്ടാക്റ്റ് എടുക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓണർക്ക് പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇവരെ എപ്പോഴും ക്ലോസിൽ കൊണ്ട് നടക്കില്ല. ഇതിപ്പോൾ അവരെ ഫ്രീ ടൈമാണ്. ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇവിടെയൊക്കെ പോവാം, പോട്ടി ചെയ്യാം, യൂറിൻ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് റിട്ടേൺ വരാം. നമ്മൾ ഇങ്ങനെ ക്ലോസിൽ നടത്താൻ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ഫ്രീ കമാൻഡ് കൂടി പഠിപ്പിക്കണം. അതായത് നമ്മൾ സിറ്റ് കമാൻഡ് പഠിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും ഗെറ്റപ്പും കൂടി പഠിപ്പിക്കില്ലേ, അതാണ് നമ്മളിവിടെയും ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഫ്രീ കമാൻഡ് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ ആ വെക്കുന്ന ഡോഗുകളെ ആരാണോ ട്രെയിൻ ചെയ്യണത്, ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ ഒപ്പം തന്നെ എപ്പോഴും ഡോഗിനെ വെക്കാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇവരെ ഒരു ഡേയിലത്തെ റൊട്ടീൻ ട്രെയിനിങ് പീരീഡ് ഈ പറയുന്ന ഒരു 5 to 6 ഡേയ്സിൽ എവിടേക്കാണ് ഡോഗുകൾ കിടന്നിരുന്നത്, ഉറങ്ങിയിരുന്നത്, ഭക്ഷണം കഴിച്ചിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഡോഗ് സിറ്റാവും, ഡൗൺ ആവും, സ്ലീപ്പാവും, ഹൈഫൈ തരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയായിരിക്കാം. ട്രീറ്റിൽ അതായത്
പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡാണ് കൂടുതലായിട്ടും ആൾക്കാർ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ടാണ് 1 ഇയറായിട്ടും അവനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഡോഗ് ഭയങ്കര അഡ്വാൻസ് ആയിട്ടുണ്ട്. അതായത് പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ട്രീറ്റ് ഉണ്ടോയെന്ന് ഡോഗിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത് ആ സ്മെല്ലിലൂടെ പല കാര്യങ്ങളിലൂടെ മനസ്സിലാവും. പിന്നീട് അതൊരു അഡ്വാൻസ് ഡോഗായി കഴിയുമ്പോൾ അത് അതിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡ് അവിടെ ഒരു ചെക്കാവുന്ന സമയത്താണ് നമ്മൾ നെഗറ്റീവ് റീഫോഴ്സ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് അതിനെ കറക്ഷൻ ചെയ്യുക. ആ കറക്ഷൻ നല്ല രീതിയിൽ നല്ല ബിഹേവിയറിസ്റ്റുകളാണ് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഡോഗിന് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഡൽട്ടായിട്ടുള്ള ഏതൊരു ഡോഗിന് എത്ര ബിഹേവിയറിങ് ഇഷ്യൂസുകളാണെങ്കിലും പലപ്പോഴും ബൈറ്റ് പ്രോബ്ലംസുകളായിരിക്കാം. ഇപ്പോൾ ഇവർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ റീസോഴ്സ് ഗാർഡിങ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ടോയ് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അത് കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ ഡോബർമാനാണ്. യങ്ങായിട്ടുള്ളൊരു ഡോഗാണെന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ മറ്റേ ഡോഗ് എന്ന് പറഞ്ഞാൽ അവന് ഫുഡിനാണ് അഗ്രഷൻ. ഇങ്ങനെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് കഴിക്കുന്നവരൊക്കെ ഇരിക്കും. അതൊക്കെ അവരെ ഒബീഡിയൻസിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ കഴിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഫുഡിൽ കൈയിടാൻ നോക്കിയാൽ ഓണറേയും നമ്മളടക്കം ഭയങ്കരമായിട്ട് ഡൊമിനൻ്റായിട്ട് ഡോഗ് കടിക്കാൻ നോക്കും. അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട് ആ ലേബർ ഡോഗിന്. ഇവനും അതേ സെയിം പ്രോബ്ലം ഉണ്ട്. അത് കണ്ടിട്ടാണ് തോന്നുന്നത് ഇവനും പഠിച്ചിട്ടുള്ളത്. വളരെ ഏണിങ് കപ്പബിലിറ്റി ഉള്ള ഡോഗാണ്. എല്ലാ ഡോഗുകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ വ്യൂ പോയിൻ്റിൽ കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ആ ഒരു പ്രോബ്ലം. പിന്നെ ഇവർ രണ്ടാളും കൂടിയിട്ട് കളിച്ച് ഏറ്റവും അവസാനം വഴക്കാവും. ആ സമയത്ത് അത് കറക്ഷൻ ചെയ്ത് നിർത്താൻ പറ്റാത്ത പ്രോബ്ലം. പിന്നെ ഔട്ട് സൈഡിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാ സ്ഥലത്തും സ്മെല്ല് ചെയ്ത് നടക്കുക, എല്ലാ സ്ഥലത്തും യൂറിൻ പാസ് ചെയ്യുക. അതിപ്പോൾ 2 ഇയർ ആയി കഴിഞ്ഞിട്ടുള്ള ഡോഗുകളുള്ള ഓണേഴ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. കുറച്ച് ദൂരം നടക്കും, അവിടെ ടെറിട്ടറി മാർക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ടെറിട്ടറി മാർക്കും. ആ ഒരു ബിഹേവിയറിങ് നമ്മൾ നിർത്തണം. അത് നിർത്തിയാലാണ് നമുക്ക് നല്ല രീതിയിൽ പിന്നീടുള്ള അപ്ഡേഷനായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഓഫ് ലീഷ് ട്രെയിനിങ്ങുകൾ. Free boy. Sit. Speak. Ready? Speak. 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 Rolling. Sit. Rolling. Running. Come. Sit. Sit. Speak. Good boy. Sit. Sit. No, sit. Sit. Good. Speak. 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 Sit. 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 No. Enough. Sit. Down. Sit. Good boy. Sit. Sit. Next. Sit. Push. Sit down. Sit. Sit. Down. Down. Stay. Stick. Down. Down. Stay. Stay, down, 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 stay. Good boy.
Oh, hello, rolling. इसको माइंड अभी गार्डिंग में है, गार्डिंग माइंड में है। वो यार मैं एक बार वो प्रोटेक्शन मोड में है। कौन आ रहा देख रहा है? हाँ अभी इसको ट्रेनिंग स्टार्ट की है तो डिकोय ट्रेनिंग हम स्टार्ट की है तो मस्त हो जाएगा। वो बोल दिया उनको भेज दीजिए। हाँ बोल दिया। Yes, keep. Keep. നമുക്കൊന്ന് ഔട്ട് പറഞ്ഞു നോക്കാം. കറക്റ്റ് ഔട്ട് ലെഫ്റ്റ് ഔട്ട് ഗുഡ് യെസ് ഗുഡ് ബോയ് കിക്ക് ലെഫ്റ്റ് കിക്ക് ഔട്ട് Yes, keep going. Out. Out. Yes. Left. Out. Yes, good boy. Yes. Sit. Sit. Cute. Left. Cute. Good boy. Sit. Good boy. Sit. Down. Yes. നമ്മൾ ഔട്ട് ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്തത് അതൊരു ചിക്കൻ്റെ പീസുകളാണ്. ഒരു എല്ലടക്കമുള്ള പോലത്തെ ഒരു പീസായിരുന്നു അത്. അപ്പോൾ പലപ്പോഴും റീസോഴ്സ് ഗാർഡിങ് ചെയ്യുന്ന ഡോഗ്സുകൾ കണ്ടിട്ട് ഉണ്ടായിരിക്കാം, എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കടിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് എടുക്കാൻ പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഡൊമിനൻ്റ് ആവും, വെറും നോർമൽ ഫുഡിനേറ്റും കൂടുതൽ. അപ്പോൾ നമ്മൾ അതുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ഒരു സ്വഭാവം വരാൻ പാടില്ല. ഇതും കൂടി നമുക്ക് എടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തത്. ഇങ്ങനെ അവൻ നമ്മുടെ അണ്ടറിലാണ്, അവ ഒരു ആൽഫ ക്യാരക്ടർ ആവാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം അവ യങ്ങാണ്. ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസുകളൊക്കെയാണ് നമ്മൾ ഇവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇവരെ വെച്ചിരിക്കുന്നതൊക്കെ ഈ 10 days നമ്മുടെ ഒപ്പം തന്നെയാണ്, ഇവർ നമ്മുടെ ഒപ്പം തന്നെയാണ് ഉണ്ടാവുക. ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതികളാണ്. നമ്മളെങ്ങനെ ഇവർ വയ്ക്കണു, ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ട്രെയിനിങ് തിയറികളൊക്കെ പല സ്ഥലത്തും ചിലപ്പോൾ
ഒരേപോലെയുള്ളതായിരിക്കും. ഫാൻ ഓഫ് ഗ്രൂ ഓരോരോ സാധനങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്ത് നശിപ്പിക്കും. ഇവരുടെ ഏജ് അങ്ങനത്തെ ഏജ്, പിന്നെ കട്ട്ലറിൻ്റെ കാല്, ഓരോ ഇതുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഗ്രൂമിൽ വയ്ക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ ക്യാപ്ചർ ചെയ്യാണ്ട് അങ്ങനെയൊക്കെയുള്ള ഒക്കെ ടീക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെ ഇപ്പോൾ ഈവൻ ഒരു നല്ല പെറ്റിങ്, ഒരു ബ്രഷിങ്, ഒരു ഗ്രൂമിങ്ങിൽ തന്നെ നല്ല അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യണ പല ഗ്രൂമേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുക്കുന്ന ഫുഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചുകൾ വരുത്തിയിട്ട് ഇവരുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യാം. എത്രത്തോളം നമ്മളൊരു ഡോഗായിട്ട് അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യണോ അതാണ് ട്രെയിനിങ് സക്സസ് ആവാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. എന്നാലാണ് ആ ഡോഗ് നമ്മൾ ഒബ്സർവ് ചെയ്യുള്ളൂ, നമ്മൾ പറയുന്ന കമാൻഡുകളൊക്കെ എടുക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ആയിട്ട് ചെയ്യുക. നിങ്ങളുടെ ഡോഗ്സുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ.